പാലക്കാട് കാണാതായ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീടിനടുത്തുള്ള കുളത്തിൽ നിന്നാണ് സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇരവങ്കാട് സ്വദേശി മുഹമ്മദ് അനസിൻ്റെയും സൗഹിദയുടെയും മകനായ സുഹാനെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതെ പോയത്. ഇന്നിപ്പോൾ 19-20 മണിക്കൂർ പിന്നിട്ടിരുന്നു തെരച്ചിൽ. കുട്ടി വീട്ടുമുറ്റത്തേക്ക് ഒറ്റയ്ക്കിറങ്ങുന്നത് പതിവായിരുന്നതിനാൽ കുട്ടിയെ കാണാനില്ലെന്ന വിവരം വീട്ടുകാർ വൈകിയാണ് അറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. വലിയ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും മറ്റ് പോലീസ് സംവിധാനവും ഒക്കെ നടത്തുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ ദുഃഖകരമായ വിവരം പുറത്തു വരുന്നത്. പ്രജിത്ത്, എന്താണ് സംഭവിച്ചത്? നമുക്കിവിടെ പോലീസൊക്കെ പങ്കുവെക്കുന്ന വിവരം എന്താണ്? രഞ്ജിത്തെ, ഏറെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 11 മണിയോടുകൂടിയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന, വീട്ടിന് ഉള്ളിൽ കളിച്ചിട്ട് സഹോദരനുമായി പിണങ്ങി പുറത്തുപോയ സുഹാനെ ഇന്നലെ കാണുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തിരച്ചിലും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയും അവരെല്ലാം തിരച്ചിൽ നടത്തുകയും ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും തമ്മിൽ സമീപത്തുള്ള കുളങ്ങളിലെല്ലാം പരിശോധന നടത്തി. അത് ഇന്നലെ ഒന്നും സുഹാനെ കണ്ടെത്താനായില്ല. പക്ഷേ ഇന്ന് വീട്ടിന്റെ അടുത്ത് നിന്ന് ഒരു 1/2 കിലോമീറ്റർ അകലെയുള്ള റോഡ് സൈഡിലുള്ള ഒരു വലിയ കുളത്തിലാണ് സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് മുങ്ങൽ വിദഗ്ധർ സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏറെ ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് രഞ്ജിത്ത് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. സുഹാന്റെ മൃതദേഹം ഇപ്പോൾ കരക്കെത്തിച്ചിട്ടുണ്ട്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇൻക്വസ്റ്റ് നടത്താൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വലിയ തെരച്ചിലായിരുന്നല്ലോ ഇന്നലെ മുതൽ. പോലീസും നാട്ടുകാരും ഒക്കെ ഈ തെരച്ചിലിന്റെ ഭാഗമായിരുന്നു. എന്തൊക്കെ സംശയങ്ങളുടെ പുറത്തായിരുന്നു ഈ തിരച്ചിൽ? മറ്റ് സ്ഥലങ്ങളിലേക്കും ദൂരസ്ഥലങ്ങളിലേക്കും ഒക്കെ തെരച്ചിൽ വ്യാപിപ്പിച്ചിരുന്നോ? ഇന്നലെ ചിറ്റൂർ മേഖലയിൽ ആകെ തിരച്ചിൽ നടത്തിയിരുന്നു. വീട്ടിന് സമീപത്തൊന്നും CCTV ഉണ്ടായിരുന്നില്ല. ഒരു 300 മീറ്റർ 400 മീറ്റർ അപ്പുറത്തുള്ള കടകളിലും വീടുകളിലുമാണ് CCTV ഉണ്ടായിരുന്നത്. എന്നാൽ ആ CCTVയിലൊന്നും ഈ സുഹാന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുഹാൻ ഒരുപാട് ദൂരത്തേക്ക് പോയില്ല എന്ന നിഗമനത്തിൽ ഇന്നലെ സുഹാന്റെ വീടിന് സമീപത്ത് തന്നെ 2-3 കുളങ്ങളും ചതുപ്പുകളും ഉണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തിയത്. ഇന്ന് രാവിലെയും അങ്ങനെ തന്നെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരു സംശയത്തിന്റെ പുറത്താണ് പുറമേ ഉള്ള വലിയൊരു കുളമുണ്ട്, ആളുകൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് തിരച്ചിൽ നടത്തിയത്. അപ്പോഴാണ് സുഹാന്റെ മൃതദേഹം അവിടെ നിന്ന് കിട്ടുന്നത്. രഞ്ജിത്ത്, വേദനയായി സുഹാൻ. പ്രജിത്ത് തുടരുക. വലിയ വേദന. സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത് വീടിന് സമീപത്തുള്ള കുളത്തിൽ നിന്നാണ്. 21 മണിക്കൂറോളം നീണ്ട തെരച്ചിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണി മുതൽ സുഹാനെ കാണാനില്ലായിരുന്നു. വലിയ തോതിൽ സഹോദരനോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് സുഹാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാലക്കാട്ട് കാണാതായ 6 വയസ്സുകാരൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്ന അതീവ ദുഃഖകരമായ വാർത്തയാണ് നൽകാനുള്ളത്. സമീപത്തുള്ള കുളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിലുള്ള തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. കുളത്തിലുമടക്കം തിരച്ചിൽ നടന്നിരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തൊട്ട് അടുത്തുള്ള കുളത്തിൽ തന്നെ ഈ കൊച്ചു കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കും.